ഹലോ മച്ചമ്മരെ സ്ട്രീം ന്യൂസിലേക്ക് സ്വാഗതം. പേട്രിയോട്ട് എങ്ങനെയുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. ഓരോ പ്രേക്ഷകനും ഓരോ രീതിയിലായിരിക്കാം ഇതിന് ഉത്തരം വരുന്നത്. ആദ്യമേ പറയുകയാണ്, ഒരു ഭയങ്കര സംഭവം പ്രതീക്ഷിച്ചാരും പോകണ്ട. പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാൽ ഒരുമിക്കുമ്പോൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് കളയുക. ഇവിടെ മമ്മൂട്ടിയുമില്ല മോഹൻലാലുമില്ല, ഒരു കഥ പോകുന്നു, അതിൽ കുറേ ക്യാരക്ടേഴ്സ് പോകുന്നു, അതാണ് സിനിമ. ചിലർക്ക് ഇത് ബോറടിക്കാം, ചിലർക്ക് സൂപ്പറാണെന്ന് പറയാം, ചിലർക്ക് അതിഗംഭീരമെന്നൊക്കെ പറയാം. ഇത് തന്നെയാണ് സിനിമയുടെ. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ വ്യൂവിൽ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എൻ്റെ പേഴ്സണൽ വ്യൂ ആയിട്ട് കാണുക. ഈ ഒരു സിനിമ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് പ്ലോട്ട് ഗംഭീരമാണ്, പ്രകടനങ്ങൾ ഗംഭീരമാണ്, BGM ഗംഭീരമാണ്. സിനിമയ്ക്ക് അത്യാവശ്യം ലാഗ് ഉണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ആ കഥ പറഞ്ഞു പോകുന്ന അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മഹേഷ് നാരായണ ചിത്രങ്ങളിലെല്ലാം ഫീൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. എന്നിരുന്നാലും ഒരു ബിഗ് ക്യാൻവാസ് ആണ് ഈ ഒരു സിനിമ വിശകലനം ചെയ്യുന്നത്. ഇതുവരെ മലയാളത്തിൽ ചർച്ച ചെയ്തിട്ടില്ല ഈ ഒരു കഥ എന്നുള്ളത് എടുത്തു പറയാം. ഒപ്പം ഏറ്റവും മികച്ചു നിൽക്കുന്നത് മമ്മൂട്ടി എന്ന മഹാൻ നടനെയാണ് ഇവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി എന്ന താരത്തെയല്ല, മോഹൻലാൽ എന്ന താരത്തെയല്ല, മോഹൻലാലിന് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഉണ്ട്, അതാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് മമ്മൂട്ടിയോ മോഹൻലാലോ ചെയ്ത് തീർക്കാൻ കഴിയാത്തതോ ഇതുവരെ ചെയ്തിട്ടില്ലാത്തതോ കഥാപാത്രവുമല്ല. അവരുടെ കയ്യിൽ അവരുടെ ഒരു സേഫ് സോണിലുള്ള സാധനങ്ങൾ മാത്രമാണ്, പക്ഷേ മികച്ചു നിൽക്കുന്നു. പിന്നെ ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരെല്ലാം മികച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഫഹദും ചാക്കോച്ചനും എന്ന് വേണ്ട എല്ലാവരും, ആരെയും ഒന്നും പറയാനില്ല. ടെക്നിക്കലി സൗണ്ടാണ് ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം. നല്ല ക്യാൻവാസ്, എല്ലാ കാര്യങ്ങളും. ഇതിനകത്തിൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഫസ്റ്റ് ഹാഫ് ദഹിക്കുമെന്ന് ഉറപ്പൊന്നും പറയാനില്ല. പലർക്കും ബോറടിക്കാം, ചിലർക്ക് ഇഷ്ടപ്പെടാം, ആ ഒരു കാര്യം തന്നെയുള്ളൂ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ഒരു സിനിമയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പീക്കാക്കിയ മൂമെൻറ്റ് മോഹൻലാലിൻ്റെ ഇൻട്രോ തന്നെയാണ്. ഒരു പക്ഷേ ഇങ്ങനെ ഒരു സ്ലോ മട്ടിൽ പോയിക്കൊണ്ടിരുന്ന സിനിമയെ ഇൻ്റർവെൽ പഞ്ച് ഗംഭീരമായി ഉണർത്തിയപ്പോൾ പിന്നീട് വന്ന തുടക്കം മോഹൻലാലിൻ്റെ ആയിരുന്നു. അത് തകർത്താടി. അവിടുന്ന് സിനിമ ആ ഒരു പേസ് കീപ്പ് ചെയ്ത് അവസാനം വരെ പോവുകയും ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മോഹൻലാൽ മമ്മൂട്ടി എന്ന ആളുകളിൽ നിന്ന് വ്യത്യാസമായി ഒരു സിനിമ കണ്ടിട്ട് ഇങ്ങനെ മമ്മൂട്ടിയും മോഹൻലാലിൻ്റെ സിനിമകൾ കാണണമെങ്കിൽ 80കളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. താരപരിവേഷം ഉപേക്ഷിച്ചിട്ടുള്ള സിനിമ എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കാനുള്ളത്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും സിനിമയ്ക്ക് നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന പല സിനിമകളെയും പോലെ അത് ഓരോ വ്യൂവറിൻ്റെയും പ്രശ്നം തന്നെയാണ്. അതായത് നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ എന്ന് കാണുമ്പോൾ അതിൽ നമുക്ക് ഓവർ എക്സ്പെക്റ്റേഷനാണ്. അവർ രണ്ടുപേരുടെയും ഒരുപാട് മൊമെൻറ്റ്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഉള്ളതൊന്നും തന്നെയില്ല. വെറും രണ്ട് ക്യാരക്ടേഴ്സ്. ഇതിപ്പോൾ മമ്മൂട്ടി മോഹൻലാലും അല്ല, വേറെ ആരെങ്കിലുമാണ്, ആ രണ്ട് ക്യാരക്ടേഴ്സ് പോകുന്നത് പോലെ തന്നെയാണ് പോകുന്നത്. പിന്നീട് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റോറി നല്ല അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ ഹെവി അങ്ങനെയുള്ളതൊന്നും പറയാനില്ല. എന്താണേലും ഒരു നല്ല സിനിമ കണ്ട ഫീല് മാത്രമാണ്. ക്ലൈമാക്സിൽ കൈയടിച്ച് ചാടിയിറങ്ങുന്ന പരിപാടികളൊന്നുമില്ല. പഴയ കാലങ്ങളിൽ നല്ലൊരു സിനിമ കണ്ടിറങ്ങുന്ന ഒരു ഫീൽ എന്ന് വെച്ചിട്ട് അങ്ങ് അതിഭയങ്കര സംഭവമെന്നോ അതിഗംഭീരമെന്നോ പറയാനുമില്ല. അടുത്ത് പറയേണ്ടത് എന്താണ് മമ്മൂട്ടി ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അത് തന്നെയാണ്. ഇനിയും സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ്. അപ്പോൾ ഓരോ പ്രേക്ഷകനുമാണ് ഈ സിനിമയ്ക്ക് വിധി എഴുതാൻ പോകുന്നത്.